ബഡ്ജറ്റ് വളരെ നിലമ്പൂരിൻ്റെ സമഗ്ര വികസനത്തിൽ, ക്ഷേമപ്രവർത്തനത്തിൽ, ഉൽപാദന മേഖലയിൽ ഒരു കാലികമായ മാറ്റം ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. പക്ഷേ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ എന്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചാലും എതിർക്കുക എന്നൊരു സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. കഴിഞ്ഞ കാലത്തൊക്കെ നമ്മുടെ ബാലസുരക്ഷാ പദ്ധതിയും അതേപോലെ വാർദ്ധക്യകാല സുരക്ഷാ പദ്ധതിയും സ്ത്രീധനരഹിത ഗ്രാമവും ഒപ്പത്തിനൊപ്പവും SC വനിതാ പദ്ധതിയൊക്കെ നടപ്പാക്കുമ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിരുന്ന പ്രതിപക്ഷം ഇപ്പോൾ ഇതിന് നീക്കിവെച്ച പൈസ പോരാ എന്ന് പറയുന്നൊരു മാറ്റത്തിലേക്ക് ഇതിന് എത്തിയിട്ടുണ്ട്. ഇത് സ്വാഗതാർഹമാണെന്ന് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം പറയും ഇതൊന്നും നടക്കാൻ പോണതല്ല മതി. ഇതിനൊക്കെ കളിയാക്കിയിരുന്ന പ്രതിപക്ഷം ഇന്ന് പറഞ്ഞത് ഇതിന് നീക്കിവെച്ച പൈസ പോരാ എന്നതാണ്. വളരെ സ്വാഗതാർഹമാണ്. അപ്പോൾ ഈ പദ്ധതി ഇവർ അംഗീകരിച്ചു എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് നമുക്കിത് കാണുന്നത്. ഇത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ പദ്ധതി ഉണ്ടാക്കുന്നത് മേഖലാ വിഭജന അടിസ്ഥാനത്തിലാണ്. ബഡ്ജറ്റ് അതിന് നീക്കിയിരിപ്പാണ്. അതിനെത്ര വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താനുള്ള സ്വാതന്ത്ര്യം നമുക്ക് മുനിസിപ്പാലിറ്റികൾക്കുണ്ട്. പദ്ധതി രൂപീകരണ പ്രക്രിയ. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഈ 100 ദിന പരിപാടികളിൽ തന്നെ ഇപ്പം നമുക്ക് മത്സ്യമാംസ മാർക്കറ്റിൽ 1.5 കോടി രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ സാങ്ഷൻ ലെറ്റർ കിട്ടി. പൈസയ്ക്ക് സാങ്ഷൻ ലെറ്റർ കിട്ടി കേന്ദ്ര ഗവൺമെൻറ്. കിഡ്നി ഡയാലിസിസ് സെൻറ്റർ, പിന്നെ ഗ്യാസ് ക്രിമിറ്റോറിയം 30 ലക്ഷം രൂപ വീതം MP ഫണ്ട് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ പിന്നെ നമുക്കുള്ള ശിശു സൗഹൃദ ഗ്രാമം 22 ലക്ഷം രൂപ യൂണിസെഫിൻ്റെ ഫണ്ട് കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ഈ ഫണ്ടുകളൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് സ്വാഭാവികമായി. ഇനി മാത്രമല്ല, ഹഡ്കോയുടെ വായ്പ നമുക്ക് ഈ 31-ാം തീയതിക്കകം തന്നെ ഹൈക്കോടതി വായ്പയും സാങ്ഷൻ ചെയ്യും. അപ്പം ഇതൊക്കെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ബഡ്ജറ്റിൻ്റെ മൊത്തം വോളിയം വർദ്ധിക്കും. അല്ലാതെ ഇവർ പറയുന്നത് പോലെ മുനിസിപ്പാലിറ്റിയുടെ സ്വന്തം പൈസ മാത്രമല്ല ബഡ്ജറ്റിൽ വരിക. അത് അവർക്ക് അറിവില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. മുനിസിപ്പാലിറ്റി മാത്രം നീക്കിവെക്കുന്ന പൈസയല്ല ബഡ്ജറ്റിൽ വരിക. മുനിസിപ്പാലിറ്റിയുടെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും മറ്റു യൂണിസെഫ് പോലുള്ള സന്നദ്ധ സംഘടനകളും നീക്കിവെക്കുന്ന പൈസ കൂടി ചേർത്തുകൊണ്ടാണ് ബഡ്ജറ്റ് നമ്മളുണ്ടാക്കുക. ഈ പൈസയും നമുക്ക് വഴിയാണ്, നമ്മൾ വഴിയാണ് ചെലവഴിക്കുന്നത്. മാത്രമല്ല പെൻഷൻ തുക കോടികളാണ്. ഈ പെൻഷൻ തുക നമ്മൾ വഴിയാണ് വരിക. അത് നമ്മൾ ബഡ്ജറ്റിൽ കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് ബഡ്ജറ്റിനെ കുറിച്ച് ഒരു അല്പം അറിവില്ലായ്മ കൊണ്ടാണ് ഇടതുപക്ഷം ഇങ്ങനെ പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും പിന്നെ ഒരു സംശയവും വേണ്ട, വൈസ് ചെയർമാൻ അവതരിപ്പിച്ച ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ കാതലായൊരു മാറ്റം. സ്മാർട്ട് ക്ലാസ് റൂമുകളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മുജു നേരത്തെ പറഞ്ഞത്. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സ്മാർട്ട് സ്കൂളുകളെ കുറിച്ച് നമ്മൾ എത്രയോ മുൻപിലാണ്. സ്മാർട്ട് ക്ലാസ് റൂമുകളെ കുറിച്ച് മാത്രം സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് സ്കൂളുകളെ കുറിച്ച് സംസാരിക്കും. സ്മാർട്ട് അംഗനവാടിയുടെ പിന്നെ മെയിൻ്റനൻസ് എന്നല്ല നമ്മൾ പറയുന്നത്. സ്മാർട്ട് അംഗനവാടി എന്ന് പറഞ്ഞാൽ അതിൽ LCD പ്രൊജക്ട്, പൂന്തോട്ടം, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം, എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ടോട്ടലായിട്ട് മാറ്റം വരുത്തുന്നുണ്ട്. എയർ കണ്ടീഷൻ പറ്റുക അതടക്കം വെക്കാൻ പറ്റുമെന്ന്. അതേപോലെ മാലിന്യ സംസ്കരണം 3 കോടി രൂപ. 3 കോടി രൂപ എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും 1,85,00,000 രൂപ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് വരും. ആ പൈസ നമുക്ക് കാണിക്കുന്നത്. അപ്പോഴാണ് ബഡ്ജറ്റിൻ്റെ മൂല്യം വരുന്നത്. അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നത് ഇടതുപക്ഷം വലിയ സംഖ്യ കാണിച്ചു എന്ന്. പിന്നെ പിന്നെ അതുപോലെ തന്നെ ഹൗസിങ്ങിൻ്റെ കാര്യം. ഇപ്പോൾ ഹൗസിങ്ങിന് നമ്മൾ ഹഡ്കോയിൽ നിന്ന് നമ്മൾ വായ്പ എടുത്തു. ഹഡ്കോയിൽ നിന്ന് വായ്പ എടുത്ത് 5.5 കോടി രൂപ നമ്മൾ ഹഡ്കോയിൽ നിന്ന് വായ്പ എടുത്തുകൊണ്ടാണ് വലിയൊരു ഹൗസിംഗ് സ്കീം നമ്മൾ കാണുന്നത്. അതും നമുക്ക് നന്നായിട്ട് നടത്തിയിട്ടുണ്ടാകുന്നു. ചെട്ടിയങ്ങാടിയിലെ ചന്തപ്പുഴയിലെ മത്സ്യമാംസ മാർക്കറ്റ്, അത് ചെട്ടിയങ്ങാടി ചന്തപ്പുഴയിൽ ബസ് സ്റ്റാൻഡ്, അതിന് തന്നെ 6-7 കോടി രൂപ. ഇതെല്ലാം കൂടി ചേർന്ന് നോക്കുക 60 കോടി രൂപയുടെ. കാരണം ഒരു ബഡ്ജറ്റ് അവതരിക്കും നമ്മളെടുക്കുന്ന കടം, നമുക്ക് കിട്ടുന്ന ഗ്രാൻഡ്, നമുക്ക് കിട്ടുന്ന അല്ലാതെയുള്ള സഹായം, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കണം സ്റ്റാറ്റ്യൂട്ടറി. അതുകൊണ്ടാണ് വലിയ വോളിയം ഉണ്ടാവുന്നത്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെയുള്ള കാര്യങ്ങളാണ്. ഓരോന്നോരോന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു സംശയവും കാര്യത്തില്ല. മാത്രമല്ല ഇനി ഇതിൻ്റെ എമൗണ്ട് നമുക്ക് 2 വർഷത്തേക്കുള്ള പദ്ധതികൾ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി
2 വർഷത്തേക്ക്. അപ്പം ഇതിൻ്റെ ജസ്റ്റ് പ്ലാൻ ഫണ്ടൊക്കെ ഇതിന് ഡബിളായി മാറും. കാരണം ഇപ്പോൾ 1 വർഷത്തേക്കുള്ള പ്ലാൻ ഫണ്ട് ഇതിൽ വെച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യുന്ന 2 വർഷത്തേക്കുള്ള പ്ലാൻ ഒരുമിച്ച് നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇതിന് കൂടുതൽ ആകാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അതൊക്കെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. 2 വർഷത്തേക്കുള്ള പദ്ധതികൾ നമുക്ക് പാസ്സാക്കി തരുമ്പോൾ ഈ വർഷം നമ്മൾ 4 കോടി രൂപ വെച്ചിട്ടുള്ളൂ എങ്കിലും അടുത്ത വർഷത്തേക്ക് 4 കോടി രൂപ കൂടി നമുക്ക് പാസ്സാക്കി തരാം. അപ്പോൾ സ്വാഭാവികമായി ഈ വർഷത്തിന് അഡ്വാൻസ് ആയിട്ട് 8 കോടി രൂപയുടെ പ്രവർത്തനം നടത്താൻ. അപ്പം നിലവിൽ നമ്മൾ നീക്കിവെച്ച സംഖ്യയേക്കാൾ കൂടുതൽ പ്രവർത്തനം നടത്താനുള്ള സൗകര്യമാണ് സംസ്ഥാന സർക്കാർ നമുക്കുണ്ടാക്കിയിട്ടുള്ളത്. ഈ ബഡ്ജറ്റ് നീക്കിവെച്ചത്. കാരണം ബഡ്ജറ്റ് 1 വർഷത്തിന് അവതരിപ്പിക്കാൻ പറ്റും, പ്ലാൻ 2 വർഷത്തിനുള്ള പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ? ആ രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. ഇവിടെയൊക്കെ ഏറ്റവും വലിയ പരാതി പറയുന്നത് വ്യാപാരികളൊക്കെ, വലിയ കച്ചവടക്കാരാണ് ഏറ്റവും കൂടുതൽ പരാതി പറയുന്നത്. ആ പരാതി പറയുന്നത് ഇവർ തന്നെയാണ്. അങ്ങനെ നമുക്കിതിൽ വൻകിട ചെറുകിട എന്നതിൽ മാത്രമല്ല, ഈ വർഷം നമ്മൾ പ്രോപ്പർട്ടി ടാക്സ് ഇനത്തിൽ നമ്മൾ വീടിൻ്റെ നികുതി തീരുമാനിച്ചതിൽ അതിൽ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ വീടിൻ്റെ നികുതി തീരുമാനിച്ചു, പുതിയ നികുതി തീരുമാനം. എന്താ ഇടതുപക്ഷം അതിനെക്കുറിച്ചൊന്നും മിണ്ടാത്തത്? കാരണം എന്താ? 5 മുതൽ 15 വരെ റൈറ്റ് നിശ്ചയിക്കാൻ പറ്റും. നമ്മൾ തീരുമാനിച്ചത്ര 6 മുതൽ 15 വരെ നമ്മൾ തീരുമാനിച്ചത്ര 6. ഇതിനെന്താ പറയുക? അതിന് തണുപ്പില്ല, തീരുമാനിക്കാൻ പറ്റൂല. ഇതിനെ 2 മേഖല, ഒന്ന് പ്രാഥമിക മേഖല, ഒന്ന് ദ്വിതീയ മേഖല, 2ആയി തിരിച്ചു. അപ്പൊ അതിനൊന്നും പറയാൻ പറ്റൂല. കാരണം വെച്ചാൽ എന്തുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ലല്ലോ, ഒരക്ഷരം മിണ്ടുന്നില്ല. അതിൽ പ്രാഥമിക മേഖല ഒക്കെ ഈ നികുതി തന്നെയാണ്. പ്രാഥമിക മേഖലയ്ക്ക് 10% വർദ്ധിക്കുമെന്ന് മാത്രം. ആ പ്രാഥമിക മേഖല വളരെ കുറച്ച് വെച്ചിട്ടുള്ളൂ. CNG റോഡിൽ നേരിട്ട് നമുക്ക് ബന്ധമുള്ള സ്ഥലം മാത്രം. CNG റോഡിൽ നിന്ന് നേരിട്ട് എൻട്രി ഉള്ള വീടുകളും മാത്രമാണ് ഈ നികുതി നിർദ്ദേശിക്കുന്നത് പ്രാഥമിക മേഖല. അതേപോലെ തന്നെ വീട്ടിക്കുത്ത് റോഡിൽ വീട്ടിക്കുത്ത് വരെയും കോടതിപ്പടി കോലത്തുമുറി റോഡിൽ കോലം ജംഗ്ഷൻ വരും. ബാക്കിയൊക്കെ ദ്വിതീയ മേഖലയിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മാക്സിമം ആളുകളെ ദ്രോഹിക്കാതെ, ആളുകൾക്ക് മുതൽ ടാക്സ് ചുമത്താതെ, കഴിയാവുന്നത് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ നിന്നും കിട്ടാവുന്നത് മാക്സിമം എടുത്ത് വാങ്ങിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര പദ്ധതിയാണ്. നമ്മൾ കുറച്ച് ലോൺ എടുത്താലും കുഴപ്പമില്ല, എന്നാൽ ആളുകൾക്ക് കൂടുതൽ അധികഭാരം വരരുത് എന്നാണ്. നമ്മൾ ബസ് സ്റ്റാൻഡിന് വേണ്ടി ലോൺ എടുക്കുന്നത്, ഹൗസിങ്ങിന് വേണ്ടി, വീടിന് വേണ്ടി ലോൺ എടുക്കുന്നത്. ഇതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ പദ്ധതി നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു പദ്ധതി നിർദ്ദേശമാണുള്ളത്. ഇത്തരം നിലമ്പൂരിൻ്റെ വികസനത്തിന് വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ബഡ്ജറ്റിൽ, സാധാരണക്കാരന് ഇത്രയധികം ജനോപകാരപ്രദമായ ഒരു ബഡ്ജറ്റിൽ ഒരു കാരണവുമില്ലാതെ എതിർക്കുന്ന ഇടതുപക്ഷം ഇനിയെങ്കിലും ആ പഴയ കാലത്ത് നമുക്ക് മാറണം എന്നാണ് ഞങ്ങൾക്ക് വന്നത്. ബാപ്പു, അഫ്സത്ത, മുജീബ്,